ഭഗവാന്റെ കാൽപ്പാടുകൾ പതിഞ്ഞ മൺതരികൾ പോലും സുഹൃതം ചെയ്തവരാണ്. അങ്ങനെ അനേകം ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കംസൻ മധുരയിലേക്ക് രാമകൃഷ്ണന്മാരെ ക്ഷണിച്ചുകൊണ്ട് വരാനായിട്ട് അക്രൂരരെയാണ് ചുമതലപ്പെടുത്തുന്നത്. അക്രൂരരെ നല്ല ഭക്തിയൊക്കെയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് കേട്ടോ പോയി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് വരണം. കാരണം രാക്ഷസന്മാരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് ആരും തിരികെ വന്നില്ല, എല്ലാവരെയും ഭഗവാൻ വധിച്ചു. അങ്ങനെയാണ് അക്രൂരരെ നിയമിക്കുന്നത്. അക്രൂരരാണെങ്കിലോ ഓരോ 15 മാസം കൂടുമ്പോഴും ഏകാദശിയൊക്കെ നോൽക്കും. ഭഗവാനെ കാണണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ കൊണ്ട് നടക്കുക, ജനനം മുതലേ, ഭഗവാന്റെ ജനനം മുതലേ. കാരണം അച്ഛൻ്റെ അനുജന്റെ സ്ഥാനം ഇളയച്ഛനാണ്, അക്രൂരപ്പ എന്നാണ് വിളിക്കുക. അപ്പോൾ ഭഗവാനെ കാണാനുള്ള ആ ആഗ്രഹം അത്രയധികം മനസ്സിൽ കൊണ്ട് നടക്കുന്ന സമയത്താണ് കംസൻ വന്നിട്ട് തൻ്റെ തേരിൽ ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറയുന്നത്. അപ്പോൾ അക്രൂരനൊരു സന്തോഷം ഉണ്ടായിട്ടുണ്ട്. താൻ ഇത്രയും വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഭഗവാനെ കാണാനായിട്ട് കാത്തിരിക്കുക, അപ്പോൾ ആഗ്രഹം നടക്കാൻ പോകുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട്. മുൻപ് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടെ കൃഷ്ണൻ എന്നുള്ള പേര് കേട്ടാൽ തന്നെ കംസൻ തലകൊയ്യും, അതുകൊണ്ട് അത് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ അതേ കംസൻ തന്നെയാണ് തൻ്റെ തേരിൽ ഭഗവാനെ വിളിച്ചു കൊണ്ടുവരൂ എന്ന് പറയുന്നത്. അതാണ് ഭക്തന്റെ മഹിമ. അങ്ങനെ ആ ഒരു നിയോഗം തനിക്ക് ലഭിച്ച നിമിഷം മുതലേ അവിടെ ഭഗവാനെ കാണുന്നത് വരെ അക്രൂരർ ചിന്തിക്കുന്നത് ഭഗവാനെക്കുറിച്ച് മാത്രമാണ്. പിറ്റേ ദിവസം യാത്രയാവുകയാണ് വൃന്ദാവനത്തിലേക്ക് മധുരയിൽ നിന്ന്. അപ്പോഴൊക്കെയും ഭഗവാനെക്കുറിച്ച് മാത്രമാണ് അക്രൂരരുടെ ചിന്തയിൽ വരുന്നത്. അത് തന്നെയാണ് നമ്മുടെ അടുത്തും പറയുന്നത്. നമ്മൾ ഭഗവാനെ കാണാനായിട്ട് പോകുമ്പോൾ ഭഗവാനെക്കുറിച്ച് മാത്രമായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ അക്രൂരർ ചിന്തിക്കുകയാണ്, ഭഗവാൻ തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകുമോ, ഓടി വന്ന് കെട്ടിപ്പിടിക്കുമോ, അക്രൂരപ്പാന്ന് തന്നെ ഒന്ന് വിളിക്കുമോ? ആ വിളിക്കായിട്ട് എത്ര വർഷങ്ങളായിട്ടാണ് താൻ കാത്തിരിക്കുന്നത്. ഏത് സ്വരൂപത്തിലായിരിക്കും അപ്പോൾ ഭഗവാൻ ഉണ്ടായിരിക്കാം? പീതാംബരപ്പറ്റു ചുറ്റിയിട്ടാണോ, അതോ വട്ടുകോണകം ചുറ്റിയിട്ടായിരിക്കുമോ, ശിരസിൽ മയിൽപ്പീലി ഉണ്ടായിരിക്കുമോ? എവിടെ വെച്ചിട്ടായിരിക്കും ഭഗവാനെ ഞാൻ കാണും? പശുക്കളെ മേയ്ക്കാൻ പോയിട്ടുണ്ടായിരിക്കുമോ, അതോ കൂട്ടുകാരുടെ കൂടെ കളിക്കുകയായിരിക്കുമോ, യശോദാമ്മയുടെ ഗൃഹത്തിലായിരിക്കുമോ? പിന്നെ എന്തായിരിക്കും ഭഗവാനോട് ഭഗവാൻ തന്നോട് പറയുക? എന്താ ഭഗവാനോട് താൻ അങ്ങോട്ട് പറയേണ്ടത്? അങ്ങനെ 100,000 ചിന്തകളായിട്ട് ഈ തേര് തെളിക്കാനായിട്ട് മറന്നുപോയി. എന്നിട്ട് കുതിര വഴിയൊക്കെ തെറ്റിയിട്ട് അവസാനം സന്ധ്യ ആകുമ്പോഴാണ് വൃന്ദാവനത്തിൽ എത്തുന്നത്. ആ സമയത്ത് ഭഗവാൻ യശോദാമ്മ ഇങ്ങനെ പാല് കറന്നുകൊണ്ടിരിക്കുക. യശോദാമ്മയുടെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് കൃഷ്ണനുണ്ട്, രാമനുണ്ട്. ഒരു പാത്രം പിടിച്ചിട്ട് ആ ചുടുപാൽ ഇങ്ങനെ കുടിക്കാനായിട്ട് കാത്തു നിൽക്കുന്ന സമയത്താണ് അക്രൂരർ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ദൂരെ നിന്ന് തന്നെ കണ്ടു, ഭഗവാനെ കണ്ടു. ഭഗവാന്റെ കാലടി പാടുകൾ ആ മണ്ണിൽ കണ്ടപ്പോൾ അവിടെ വീണ് കിടന്ന് ഉരുളാണ്. കാരണം ഭഗവാന്റെ പാദങ്ങൾ പതിഞ്ഞ ആ കാൽപ്പൊടി മണ്ണ് തൻ്റെ ദേഹത്തിൽ പുരളാനായിട്ടൊരു ഭാഗ്യം തനിക്ക് സിദ്ധിച്ചല്ലോ, അത്രയും ഭാഗ്യമുള്ളവനാണല്ലോ താനെന്ന് പറഞ്ഞിട്ട് ആ സുഹൃതം ചെയ്ത കാൽപ്പൊടികളെ തൻ്റെ ശരീരത്തിൽ ഉരുണ്ടിട്ടിങ്ങനെ അണിയുന്ന അക്രൂരരുടെ കാഴ്ച. അങ്ങനെ ഭഗവാൻ നോക്കുമ്പോൾ ഒരാളിങ്ങനെ ഉരുണ്ടുരുണ്ടു വരുന്നു. ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അക്രൂരപ്പാന്നൊരു വിളിയുണ്ട്. അത് കേട്ടപ്പോൾ അക്രൂരർക്ക് അത്രയും സന്തോഷമായി, കണ്ണൊക്കെ നിറഞ്ഞു അദ്ദേഹത്തിൻ്റെ. താൻ ആഗ്രഹിച്ച ആ കാര്യം നടന്നല്ലോ, താൻ അക്രൂരപ്പാന്ന് വിളിച്ചല്ലോ എന്നൊക്കെ കണ്ടിട്ട് അത്രയും സന്തോഷവാനായിട്ടാണ് ഭഗവാന്റെ കൂടെ അക്രൂരർ പോകുന്നത്. അതാണ് അക്രൂര ഭക്തി.